ഈശോയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിന്ന് രാത്രിയിൽ നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പറയാൻ ആഗ്രഹിക്കുക. എന്താണെന്ന് വെച്ചറിയോ, നമ്മളെ ഒത്തിരി പേര് സഹായിച്ചിട്ടില്ലേ? നമ്മളെ ഒത്തിരി പേര് നമ്മളോട് ചിലപ്പോൾ ഒരു കുഞ്ഞ് സംഭാഷണത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്തവരായിരിക്കും. ഓർത്തെടുക്കാൻ നോക്കി ഇഷ്ടംപോലെ ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അതാണല്ലോ, ഈ വിഷമത്തിൻ്റെ സമയത്തൊക്കെ ആരിലൊക്കെ വേണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളെ സഹായിച്ച മനുഷ്യരില്ലേ? പ്രത്യേകിച്ച് നിങ്ങൾ ഏറ്റവും ഡൗൺ ആയിട്ട് നിന്ന സമയത്ത് നിങ്ങളുടെ കൂടെ നിന്നവർ, ഇന്ന് രാത്രിയിൽ കിടക്കണതിന് മുമ്പ് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നാലോ? അല്ലെ, നമുക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ഒത്തിരി പേരോട് പ്രാർത്ഥന സഹായം ചോദിക്കുന്നുണ്ട്. എങ്കിലും നമ്മളെ ഏറ്റവും ഡൗൺ ആയിട്ട് നിന്ന സമയത്ത്, ബ്രോക്കൺ ആയിട്ട് നിന്ന സമയത്ത് നമ്മുടെ കൂടെ നിന്നവർ, നമ്മളോട് സംസാരിച്ചവർ, സാരമില്ലെന്ന് പറഞ്ഞവർ, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞവർ, ഇനി ആ കുഴിയിൽ നിന്ന്, ആ വേദനയിൽ നിന്നൊക്കെ നമ്മൾ പിടിച്ചു കയറ്റാൻ ഒരു കൈ സഹായം തന്നവർ, എല്ലാവരെയും ഓർക്ക്. ഈശോ നമ്മുടെ ഈശോയുടെ ശിഷ്യന്മാരോടൊക്കെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ. ഇത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഈശോയുടെ ഒരു സുന്ദരമായൊരു സ്റ്റേറ്റ്മെൻ്റാണ്, ഈശോയുടെ ഒരു സുന്ദരമായ വാക്യമാണ്. ലൂക്കാ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യം. ആ ഒരു പരീക്ഷണ ഘട്ടത്തെക്കുറിച്ച്, എല്ലാവരും ഇട്ടേച്ച് പോകുന്നതിനെക്കുറിച്ചൊക്കെ ഈശോ പറയാണ്. അപ്പോൾ ഈശോ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ലൂക്കാ 22-28, എൻ്റെ പരീക്ഷണങ്ങളിൽ എൻ്റെ കൂടെ നിന്നവരാണ് നിങ്ങൾ. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ഓക്കെ, വായിക്കുമ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞൊഴുകും. എൻ്റെ പരീക്ഷണങ്ങളിൽ എൻ്റെ കൂടെ നിന്നവരാണ് നിങ്ങൾ. ഈ ശിഷ്യന്മാർ ഇട്ടേച്ചൊക്കെ പോകുന്നുണ്ട്, പിന്നെ കുറച്ച് സംശയങ്ങളും വിശ്വാസക്കുറവും ഒക്കെ ഉണ്ട്. പക്ഷേ ഈശോയ്ക്ക് അവരെക്കുറിച്ചുള്ളൊരു ഒരു ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഈശോ വളരെ മാനുഷികമായിട്ട് പറയുകയാണ്, എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ വേദനകളിലൊക്കെ എൻ്റെ കൂടെ നിന്നവരാണ് നിങ്ങൾ. എന്ന് വെച്ചാൽ ഈശോ അതുകൊണ്ടായിരിക്കുമല്ലേ അവരെ, ഞാൻ നിങ്ങളെ ദാസന്മാരെന്നല്ല വിളിക്കുന്നത്, സ്നേഹിതരാണ്, നിങ്ങളെൻ്റെ കൂട്ടുകാരാണ്. ആ കൂട്ടുകാർ എന്താ ചെയ്തത്? എൻ്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ എൻ്റെ കൂടെ നിന്നു. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ കിട്ടാത്തതിന് പേര് സങ്കടപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെ ആരിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഓർത്തെടുത്താൽ ഇഷ്ടം പോലെ ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി അവരെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഉറക്കം കളഞ്ഞ് താങ്ക് യു കേട്ടോ ഇതൊന്നും പറഞ്ഞ് അവരുടെ ഉറക്കം കളയണ്ട. നിങ്ങൾ ഇന്ന് രാത്രി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു കുഞ്ഞ് ഓർമ്മയുണ്ടായിട്ട് ഇന്നോ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളെ ഒരു വേദനയിൽ നിന്ന് സഹായിച്ചവർ, കൂടെ നിന്നവർ, അവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കുക. ഇതൊരു അനുഗ്രഹമായിട്ട് മാറും. നമ്മൾ ഒത്തിരി വചനങ്ങൾ കേൾക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ആ പ്രാർത്ഥന എങ്ങനെ ആവട്ടെ? നിങ്ങളുടെ പരീക്ഷണങ്ങളിൽ നിങ്ങളുടെ കൂടെ നിന്നവർക്ക് വേണ്ടി ഈ രാത്രി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക. ഈശോ അനുഗ്രഹത്തിൻ്റെ ഒരു രാത്രി തരട്ടെ. നാളെ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഒരു പുത്തൻ ദിവസം തരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.